ആ അത്ഭുത നെൽച്ചെടി വളർന്നു നിൽക്കുന്ന പള്ളി ദേ ഈ കാണുന്നതാണ്. സീപോർട്ട് എയർപോർട്ട് റോഡിന് സമീപം ഒലിമുകൾ ജംഗ്ഷനിലെ മുസ്ലിം പള്ളിയിലെ ഗ്രൗണ്ടിലാണ് ഈ അത്ഭുത നെൽച്ചെടി വളർന്നു വന്നു നിൽക്കുന്നത്. കാണാം ആ നെൽച്ചെടിയുടെ വളർച്ചയും എങ്ങനെ അത് അത്ഭുതമായി മാറിയെന്നും. അപ്പോൾ ദേ ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ അത്ഭുതം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തുരുമ്പ പോലും മുളക്കില്ല. പ്രത്യേകിച്ച് എറണാകുളത്ത് ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങിന് അടുത്തായിട്ട് കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ കിളിച്ചിരിക്കുന്ന നെല്ല് പുല്ലാണിത്. നമുക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തൊരു കാര്യം, ഒരു നെല്ല് സാധാരണ നെൽച്ചെടി എന്ന് പറഞ്ഞാൽ നെൽച്ചെടി വളരണമെങ്കിൽ അത് നെല്ലിൻ്റെ വിത്തെടുത്ത് അതിനെ പല രീതിയിൽ പ്രോസസ്സിങ് കഴിഞ്ഞ് വയലിൽ കുഴിച്ചിട്ട് വെള്ളമൊഴിച്ച് അങ്ങനെ കുറേ പ്രോസസ്സിലൂടെയാണ് ഒരു നെൽച്ചെടി വളർന്നു വരുന്നത്. തൊട്ടടുത്തൊരു പലചരക്കടയുണ്ട്, അവിടെ അരി കൊണ്ടുവരാറുണ്ട്. ഒരിക്കലും നമ്മൾ ഭക്ഷിക്കുന്ന അരിയിൽ നിന്നും ഈ നെൽച്ചെടി ഉണ്ടാവില്ല. അപ്പോഴാണ് ഈ പള്ളി ഗ്രൗണ്ടിൽ എങ്ങനെ ഒരു പരിപാലനവുമില്ലാതെ വെള്ളം പോലും ഒഴിക്കാതെ ഈ നെൽച്ചെടി എങ്ങനെ വളർന്നു വന്നു എന്നുള്ളത് അത്ഭുതമായി തോന്നുന്നത്. ആ നെൽച്ചെടിയിലാകട്ടെ നിറയെ നെല്ലും പൂത്തു നിൽക്കുന്നുണ്ട്. ഈ കാഴ്ച കാണാൻ ദിനംപ്രതി നിരവധി ആളുകളാണ് ഇവിടെ എത്തിച്ചേരാറുള്ളത്. ഇനിയും കുറേ നാളുകളായി തന്നെ ഉണങ്ങാതെ വാടാതെ ഇങ്ങനെ തളിർത്ത് നിൽക്കുന്ന ഈ നെൽച്ചെടിയെ കാണാൻ ദിനംപ്രതി നിരവധി ആളുകൾ വരുന്നുണ്ട്. ക്യാമറാമാൻ ഫൗഷാദിനൊപ്പം ഷിബിൻ ഷാ, ന്യൂസ് കേരളം ടുഡേ, കാക്കനാട്.